ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരണം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുള്ളത്? 6 കിങ്ഡം ക്ലാസിഫിക്കേഷനെ പറ്റി പറഞ്ഞു അല്ലെ. ബാക്ടീരിയ, ആർക്കി, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് ആനിമാലിയ എന്ന് പറഞ്ഞിട്ട് 6 കിങ്ഡത്തിനെ പറ്റി പഠിച്ചു. 3 ഡൊമൈൻസ് അല്ലെ, ബാക്ടീരിയ, ആർക്കി, യൂക്കാരിയ എന്ന് പറയുന്ന 3 ഡൊമൈൻസിനെ പറ്റി പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കിങ്ഡംസ് ആൻഡ് ദെയർ പെക്യുലാരിറ്റീസ്. ഓരോ കിങ്ഡവും അതിന്റെ പെക്യുലാരിറ്റീസിനെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആനിമൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. Animals are grouped into different phyla based on their structure. അപ്പം ആനിമൽസിന് നമ്മള് നേരത്തെ നമ്മൾ കിങ്ഡം പറഞ്ഞിട്ട് അതിനകത്തേക്ക് നമ്മൾ ആനിമൽസ്, അനിമേലിയ എന്ന് പറയുന്ന ഒരു കിങ്ഡം എടുത്ത് നോക്കുമ്പം അല്ലെങ്കിൽ ആനിമൽസിനെ നോക്കുന്ന സമയത്ത് ആനിമൽസിനെ തന്നെ അല്ലെ നമ്മളെ പോലെയാണോ പക്ഷികളുള്ളത് അല്ലെങ്കിൽ വെള്ളത്തിലുള്ള മീനുകളെല്ലാം ആനിമേലിയാണ്. പക്ഷെ എന്താണ് ഓരോന്നും ഡിഫറെന്റ്. എന്നെ പോലെയാണോ അർത്ഥവം കാണാനുള്ളത്? ഒരു മണ്ണിര എന്നെ പോലെയാണോ കാണാൻ, അല്ലെങ്കിൽ മനുഷ്യന്മാരെ പോലെയാണോ കാണാനുള്ളത്? രണ്ടും ആനിമലാണ്, പക്ഷെ രണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആനിമൽസ് ആർ ഗ്രൂപ്ഡ് ഇൻ ടു ഡിഫറെന്റ് ഫൈല ബേസ്ഡ് ഓൺ ദിയർ സ്ട്രക്ചർ. അവരുടെ സ്ട്രക്ചർ അല്ലെ, കാണാനുള്ളത് പോലെ കൈയുണ്ടോ കാലുണ്ടോ, ഇനി എന്താ എഴയുന്നതാണോ അല്ലെങ്കിൽ പറക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ, അവരുടെ ബോഡി ക്യാവിറ്റി. ബോഡി ക്യാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശരീരത്തിനുള്ളിലുള്ള ക്യാവിറ്റികൾ ഉണ്ട് അല്ലെ, ആ ക്യാവിറ്റിന്റെ ബേസ്ഡ് ആൻഡ് ജാം ലെയേഴ്സ്. അവർക്ക് എത്ര ജാം ലെയേഴ്സ് ഉണ്ട്? ഡിപ്പോപ്ലാസ്റ്റിക് ആണോ ട്രിപ്പോപ്ലാസ്റ്റിക് ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എങ്ങനെയാണോ, ഒരു ലെയറിനാണോ അല്ലെങ്കിൽ ജാം ലെയേഴ്സ് എങ്ങനെയാണ് നമ്മുടെ ശരീരം ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് ജാം ലെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്മട്രി. സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമ്മട്രിക് ആണോ അസിമെട്രിക് ആണോ? സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തു, 2 പീസ് എടുത്തു. 2 പീസ് എടുക്കുന്ന സമയത്ത് 2 പീസും ഒരുപോലെയാണോ കാണാൻ അല്ലെ? എന്റെ ഇവിടുന്ന് ഇങ്ങനെ നടുവിൽ കൂടെ ഇങ്ങനെ പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാല് രണ്ടും പുറത്തുനിന്ന് കാണുമ്പോൾ ഒരുപോലെ ഇരിക്കും അല്ലെ. ഉള്ളിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും അല്ലെ. ഈ സൈഡിലുള്ള പോലെ തന്നെ ആയിരിക്കും ഈ സൈഡിൽ ഉണ്ടാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉള്ളിലുണ്ടാവും അല്ലെ. ഹൃദയം ഇവിടെ ഇരിക്കുമ്പം അപ്പൊ ഇപ്പുറത്ത് വേറെ ഹൃദയം ഇല്ലല്ലോ. അപ്പം ഉള്ളിൽ ചിലപ്പം വേറെ വേറെ ആയിരിക്കും, പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ സിമെട്രിക്കൽ എന്താണ്? രണ്ടും കറക്റ്റ് ആണ്. അങ്ങനെ സ്റ്റാർ ഫിഷ് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സിമെട്രിക്കൽ കട്ട് ചെയ്താലും ഒരുപോലെ ഇരിക്കും നമുക്ക് പറയാം. സോ അതാണ് കട്ട് ചെയ്ത 2 ഭാഗമായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് 2 ഭാഗം ഒരുപോലെയാണോ? അതാണ് എർത്തുവാമൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് 2 ആയിട്ട് സ്പ്ലിറ്റ് ആവും അല്ലെ. 2 ഒരുപോലെയുള്ള ഭാഗങ്ങളായിട്ട് സ്പ്ലിറ്റ് ആവും. അങ്ങനെ അതിനെയാണ് ബൈലാറ്ററൽ സിമ്മട്രി എന്നൊക്കെ പറഞ്ഞ് കുറെ പറയും. സോ അതിനെയാണ് നമ്മൾ സിമ്മട്രി. ഒരു സാധനം വെച്ചിട്ട് ഒരു പ്ലെയിനിൽ കട്ട് ചെയ്യുമ്പം 2 പ്ലെയിനും ഒരുപോലെയാണോ? അതാണ് സിമ്മട്രി. അപ്പം അതിന്റെയൊക്കെ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ആനിമൽസിനെ വേറെ 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 ഫൈലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ആനിമൽസ് ആർ ഗ്രൂപ്ഡ് ഇൻ ടു ഡിഫറെന്റ് ഫൈല ബേസ്ഡ് ഓൺ ദിയർ സ്ട്രക്ചർ അല്ലെ. അവരുടെ സ്ട്രക്ചറിനനുസരിച്ച്, അവരുടെ ബോഡി ക്യാവിറ്റീനെ അനുസരിച്ച്, ജാം ലെയേഴ്സിനെ അനുസരിച്ച് ആൻഡ് സിമ്മട്രീനെ ബേസ് ചെയ്തിട്ട്. And within the classification hierarchy of certain animals, there are additional subdivisions between phylum and class, such as subphylum, division, superclass. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഫൈലം കഴിഞ്ഞാൽ പിന്നെ സാധാരണ നമ്മൾ കിങ്ഡം, ഫൈലം, ക്ലാസ് അങ്ങനെയാ പോകുന്നത്. ഇങ്ങനെ കിങ്ഡമും ക്ലാസിഫിക്കേഷൻ അറിയോ? ഞാൻ പറഞ്ഞുതരാം. നോർമലി നമ്മൾ ക്ലാസിഫിക്കേഷൻ പോകുന്ന സമയത്ത് എന്താണ്? കിങ്ഡം, ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം ഒക്കെ നമ്മൾ പറയുന്നില്ലേ. കിങ്ഡം കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഫൈലം എന്നാ പറയാ. അതിന് താഴെ ഫൈലം എന്ന് പറയും. പിന്നെ എന്താണ്? ക്ലാസ് എന്ന് പറയും. പിന്നെ എന്താണ്? ഓർഡർ അല്ലെ. അതിന്റെ താഴെ ഓർഡർ ആണ് വരുന്നത്. പിന്നെന്താണ്? ഫാമിലി വരും. അതിന്റെയും താഴെ എന്താ വരിക? ജീനസ് വരും. അതിന്റെയും താഴെ എന്താ വരിക? സ്പീഷീസ് വരും അല്ലെ. ഒരു ജീനസും സ്പീഷീസും കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ സയന്റിഫിക് നെയിം എഴുതാന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. സോ ഏറ്റവും ടോപ്പിൽ കിങ്ഡം വരും, പിന്നെ ഫൈലം വരും, പിന്നെ ക്ലാസ് വരും, ഓർഡർ വരും, ഫാമിലി വരും, ജീനസ് വരും, സ്പീഷീസ് വരും. ഇതിനകത്ത് ജീനസും സ്പീഷീസും അല്ലെ. കാഷ്യ ഫിസ്റ്റുല അല്ലെ, കണിക്കൊന്നയുടെ സയന്റിഫിക് നെയിം ആയിട്ടുള്ള കാഷ്യ ഫിസ്റ്റുല വരുന്നു. കാഷ്യ എന്ന് പറയുന്നത് ജീനസ് ആണ്, സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണ്? ഫിസ്റ്റുലയാണ് അല്ലെ. നിങ്ങൾ ഫെലിസ് ഡൊമസ്റ്റിക്കസ് അല്ലെങ്കിൽ പാന്തീറ ടൈഗ്രിസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഹോമോ ഹബിലിസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്?
ജീനസും സ്പീഷീസും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ഒറൈസ സെറ്റൈവ അല്ലെ. ഒറൈസ ജീനസ് ആണ്, സ്പീഷീസ് എന്താണ്? സെറ്റൈവ ആണ് അല്ലെ. നെല്ലിന്റെ അല്ലെങ്കിൽ അരിയുടെ സയന്റിഫിക് നെയിം ആണ് ഒറൈസ സെറ്റൈവ. കോക്കോസ് ലൂസിഫറ അല്ലെ, തെങ്ങിന്റേത്. മാഞ്ചിഫെറ ഇൻഡിക്ക എന്താ മാവിന്റെ അല്ലെ. മാഞ്ചിഫെറ ജീനസ് ആണ്, ഇൻഡിക്ക സ്പീഷീസ് ആണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഓർഡറിലാണ് വരിക എന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നോർമലി ഇതേ ഓർഡറിലാണ് വരിക. പക്ഷെ നിങ്ങൾ നോക്കിയേ, there are additional subdivision between phylum and class. അപ്പൊ ഫൈലത്തിന്റെയും ക്ലാസിന്റെ ഇടയിൽ അഡീഷണൽ ആയിട്ട് സബ്ഡിവിഷൻസ് ഉണ്ട്. എന്തൊക്കെ സബ്ഡിവിഷൻ എന്ന് പറയുന്നത്? സബ്ഫൈലം ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, സബ്ഫൈലം വരുന്നുണ്ട്, ഡിവിഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്തും വരുന്നുണ്ടെന്നാ പറയുന്നത്? സൂപ്പർ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഡിവിഷനും ഉണ്ടെന്ന് പറയും. അപ്പം ഫൈലത്തിന്റെയും ക്ലാസിന്റെ ഇടയിൽ സബ്ഫൈലം ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, സൂപ്പർ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഡിവിഷനും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഓരോരോരോ ഫൈലങ്ങളായിട്ട് പഠിക്കാൻ പോവാണ്. നമ്മൾ ആനിമൽ കിങ്ഡത്തിലെ ഓരോ ഫൈലങ്ങൾ പഠിക്കാൻ പോവാണ്. സിമ്പിൾ ആണ്. ഓരോ ഫൈലം പഠിക്കുക, ഓരോ എക്സാമ്പിൾ പഠിക്കുക, ആ ഫൈൽ എന്താന്ന് പഠിക്കാം. സിമ്പിൾ, വളരെ സിമ്പിൾ ആണ്. എന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. So phyla included in the kingdom Animalia. നമ്മൾ ആനിമേലിയ കിങ്ഡം ആണ് പഠിക്കുന്നത് അല്ലെ. ആനിമേലിയ കിങ്ഡം എന്ന് പറഞ്ഞാൽ എന്താ? ആനിമൽസിന്റെ കിങ്ഡം. ഈ ആനിമൽസിന്റെ കിങ്ഡത്തില് ഉള്ള ഫൈലമായിട്ടുള്ള ഓരോരോ ഫൈലങ്ങൾ അല്ലെ. ഫൈലം പോറിഫെറ, ഫൈലം നീഡേറിയ, പറഞ്ഞിട്ട് കുറെ ഫൈലങ്ങളുണ്ട്. ആ പേരുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എന്റെ കൂടെ തന്നെ പഠിക്കുക. ഫസ്റ്റത്തെ ഫൈലമാണ് ഫൈലം പോറിഫെറ. എന്താണ്? പോറിഫെറ. ഫസ്റ്റ് ഫൈലം ഏതാണ്? ഫൈലം പോറിഫെറ. പഠിച്ചോ? പോറിഫെറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നോക്കിയേ? aquatic organisms with minute pores throughout the body. അവര് അക്വാട്ടിക് ഓർഗാനിസംസ് ആണ്. എന്താ അക്വാട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസം. അതിനല്ലേ നമ്മൾ അക്വാട്ടിക് എന്ന് പറയുന്നത്. അക്വാട്ടിക്കും ഉണ്ട്, ടെറസ്ട്രിയലും ഉണ്ട്. നമ്മൾ ടെറസ്ട്രിയൽ അല്ലെ, നമ്മൾ കരയിൽ ജീവിക്കുന്നതാണ് ടെറസ്ട്രിയൽ എന്ന് പറയുന്നത്. അക്വാട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളത്തിൽ ജീവിക്കുന്നത്. അപ്പം ഈ പോറിഫെറ എന്ന് പറയുന്ന ആൾക്കാരല്ലേ, ഇപ്പൊ കിങ്ഡം ആനിമേലിയയിലുള്ള പോറിഫെറ എന്താണ്? അക്വാട്ടിക് ഓർഗാനിസംസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ്. അതിനെന്തുണ്ട്? പോറിഫെറ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഓർക്കണം അല്ലെ. പോറുണ്ട്, പോറുള്ളത് കൊണ്ടാണ് അല്ലെ, പോർഡ് ബോഡി അല്ലെ, അവരുടെ പോറുകളുള്ള ബോഡി ആയതുകൊണ്ടാണ് നമ്മുടെ പോറിഫെറ എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും, കുഞ്ഞായിട്ടുള്ള പോറുകൾ ഇവരുടെ ശരീരത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് കണ്ടോ, ഇതാണ് കണ്ടോ ഈ പിക്ചറാണ് എന്ന് പറയുന്നത് ഫൈലം പോറിഫെറ, അക്വാട്ടിക് ഓർഗാനിസംസ് വിത്ത് മൈന്യൂട്ട് പോർസ് ത്രൂ ഔട്ട് ദ ബോഡി. വെള്ളത്തിലുള്ള ആ മൈന്യൂട്ട് പോറുകളുള്ള വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികളാണ് പോറിഫെറ. പഠിച്ചോ? പോറിഫെറ. ഒറ്റ എക്സാമ്പിൾ ആ പോറിഫെറയ്ക്ക് പഠിക്കാനുള്ളൂ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും, സ്പോഞ്ചസ്. അപ്പൊ സ്പോഞ്ച് ഇല്ലേടാ, നമ്മളെ സ്പോഞ്ച് പോലെ ആലോചിച്ചാൽ മതി. സ്പോഞ്ചിന് കുറെ പോറുകളില്ലേ, അതുപോലെ തന്നെ പോറിഫെറയുടെ എക്സാമ്പിൾ സ്പോഞ്ചസ് ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഫൈലം പോറിഫെറയുടെ എക്സാമ്പിൾ എന്താ? സ്പോഞ്ചസ് ആണ്. അക്വാട്ടിക് ഓർഗാനിസംസ് വിത്ത് മൈന്യൂട്ട് പോർസ് ത്രൂ ഔട്ട് ദ ബോഡി. പഠിച്ചു, ഒരു ഫൈലം പഠിച്ചു കഴിഞ്ഞു, ഫൈലം പോറിഫെറ. ഇനി രണ്ടാമത്തെ ഫൈലമാണ് ദാറ്റ് ഈസ് നിഡേറിയ. ഇവിടെ നിങ്ങൾ കിൻഡേറിയ എന്നൊന്ന് വായിക്കരുത്, സി അവിടെ സൈലന്റ് ആണ്. എന്താണ്? നിഡേറിയ എന്നാ വായിക്കണ്ടേ. നിഡേറിയ അല്ലെങ്കിൽ നിഡേറിയ തന്നെ പറയുന്ന വേറൊരു പേരാണ് സീലൻഡ്രേറ്റ. അപ്പം നിഡേറിയ ഓർ സീലൻഡറേറ്റ രണ്ടുപേരും പഠിച്ചോ. അപ്പൊ സിമ്പിൾ ആയില്ലേ, നിഡേറിയ ഓർ സീലൻഡറേറ്റ. ഫൈലം എല്ലാം പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഫൈലം ചേർത്ത് പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇത് ഫൈലത്തിൽ വരക്കാൻ നോക്കും. അപ്പൊ ഫൈലം പോറിഫെറ, ഫൈലം നിഡേറിയ ഓർ സീലൻഡറേറ്റ പഠിച്ചു അല്ലെ. രണ്ടാമത്തെ പേരും പഠിച്ചു, ഫൈലം നിഡേറിയ ഓർ സീലൻഡറേറ്റ. എന്താ നിഡേറിയന്റെ പ്രത്യേകത? നിഡേറിയ എങ്ങനെയാന്ന് നോക്കിയേ. ഇതും ഒരു നമ്മൾ ആനിമേലിയനെ പറ്റിയാ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആനിമൽ കിങ്ഡത്തിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഇതിനകത്തൊക്കെ ജന്തുക്കളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് എന്നുള്ള ഒറ്റൊരു വേ ഓഫ് തിങ്കിങ്ങിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിഡേറിയ ഓർ സീലൻഡറേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേ ആർ അക്വാട്ടിക് ഓർഗാനിസംസ് വിത്ത് ടെന്റക്കിൾസ് ബിയറിംഗ് നീഡോബ്ലാസ്റ്റ്. അക്വാട്ടിക് ഓർഗാനിസംസ് ആണ്, അതിന് ടെന്റക്കിൾസ് ഉണ്ട്. ടെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇങ്ങോട്ടേക്ക് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പ്രൊമിനന്റ് ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇതാണ് ഇവരുടെ ടെന്റക്കിൾസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇതാണ് ഇവരുടെ ടെൻഡക്കിൾസ്. അപ്പം ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ, ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന സാധനം ഇതാണ് ഇത് അക്വാട്ടിക് ഓർഗാനിസം തന്നെയാണ്. ഫൈലം പോറിഫറ അക്വാട്ടിക് ഓർഗാനിസം ആണ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ജീവിക്കുന്നതാണ്. ഫൈലം നിഡേറിയ എന്ന് പറയുന്ന അക്വാട്ടിക് ഓർഗാനിസം ആണ് എന്ന് പറഞ്ഞാൽ അത് വെള്ളത്തിൽ ജീവിക്കുന്നതാണ്. ഇതിന് എന്തുണ്ട്? ടെൻഡക്കിൾസ് ഉണ്ട് അല്ലെ. ടെൻഡക്കിൾസ് ഞാൻ കാണിച്ചു തന്നു. ഇതാണ് ടെൻഡക്കിൾ എന്ന് പറയുന്നത്. ഈ ടെൻഡക്കിൾസിൽ എന്തുണ്ടെന്നാ പറയുന്നത്? നീഡോബ്ലാസ്റ്റ് ഉണ്ട്. നീഡോബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഈ ഫൈലത്തിന് നിഡേറിയ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പോർ ഉള്ളത് കൊണ്ടാണ് ഈ ഫൈലത്തിന് പോറിഫറ എന്ന് പറയുന്നത്. ഇവിടെ നീഡോബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ നിഡേറിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുന്നത് അക്വാട്ടിക് ഓർഗാനിസംസ് വിത്ത് ടെൻഡക്കിൾസ് ബിയറിംഗ് നീഡോബ്ലാസ്റ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതിന്റെ എക്സാമ്പിൾ പഠിക്കണം. പോറിഫറന്റെ എക്സാമ്പിൾ സ്പോഞ്ചസ് പഠിച്ചതുപോലെ നിഡേറിയയിലുള്ള കുറച്ച് ജീവികളുടെ പേരുകൾ നമ്മൾ പഠിക്കാൻ പോവാണ്. ഒന്നാമത്തതാണ് നിഡേറിയന്റെ എക്സാമ്പിള് ഹൈഡ്ര. ഹൈഡ്ര നമുക്ക് അറിയുന്ന ആളല്ലേ? ഹൈഡ്രനെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. ഹൈഡ്രയ്ക്ക് എന്തുണ്ട്? ടെൻഡക്കിൾ ഉണ്ട്. ആ ടെൻഡക്കിൾ വെച്ചിട്ട് ഫുഡ് ക്യാപ്ചർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയുന്ന ഒരാളാണ് ഇവിടെ വരുന്നത്. നിഡേറിയയിലുള്ളത് ഹൈഡ്രയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുക ടെൻഡക്കിൾസിൽ എന്തുണ്ട്? നീഡോബ്ലാസ്റ്റ് ഒക്കെ ഉള്ള ആനിമൽസ് ആണ് നിഡേറിയ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഹൈഡ്ര. ആൻഡ് വേറൊരാളാണ് ജെല്ലി ഫിഷ്. അക്വാട്ടിക് ഓർഗാനിസം അല്ലേ, അപ്പൊ നിങ്ങൾക്ക് ജെല്ലി ഫിഷ് എന്ന് പറയുന്ന പേര് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അല്ലെ. ഫിഷ് വെള്ളത്തിലല്ലേ ഉണ്ടാവുക. സോ ജെല്ലി ഫിഷ്. ഇനി ഒരു സാധനം ഉണ്ട്, ദാറ്റ് ഈസ് സീ ആനിമോൺ. സീ ആനിമോൺ. സീ ആനിമോൺ. സീ എന്ന് പറഞ്ഞാൽ കടലല്ലേ മക്കളെ, കടല് വെള്ളമല്ലേ. സോ സീ ആനിമോൺ. അപ്പം നിഡേറിയയുടെ 3 എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? ഹൈഡ്ര, ജെല്ലി ഫിഷ്, സീ ആനിമോൺസ് പഠിച്ചോ. ഫൈലം നീഡേറിയ ഓർ സീലൻട്രേറ്റിന്റെ എക്സാമ്പിൾ ഹൈഡ്ര, ജെല്ലി ഫിഷ്, സീ ആനിമോൺ. ഇവർ അക്വാട്ടിക് ഓർഗാനിസംസ് ആണ്. ഇവർക്ക് ടെൻഡക്കിൾസ് ഉണ്ട്. ടെൻഡക്കിൾസിൽ നീഡോബ്ലാസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഇവരെ നിഡേറിയ എന്ന് വിളിക്കുന്നു. പഠിച്ചില്ലേ? അപ്പൊ 2 ഫൈലം പഠിച്ചു. ഫൈലം പോറിഫറയും പഠിച്ചു. ഫൈലം നിഡേറിയ ഓർ സീലൻട്രേറ്റിയും നമ്മള് പഠിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു ഫൈലാണ്, ദാറ്റ് ഈസ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ഓക്കെ, പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസ്. പ്ലാറ്റിഹെൽമിന്തസ് 2-3 വട്ടം പറയുമ്പോൾ നിങ്ങൾക്ക് ആ പേര് നിങ്ങൾ പഠിക്കും. ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ഓക്കെ, ഈ ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് നിങ്ങൾ കണ്ടോ? പ്ലാറ്റി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഫ്ലാറ്റ് എന്നുള്ള വാക്ക് ആലോചിക്കണം. ഫ്ലാറ്റ്. ഓക്കെ, ഫ്ലാറ്റ് കണ്ടോ? എവിടെ കണ്ടോ? നിങ്ങൾക്ക് ഫ്ലാറ്റ് കാണാൻ പറ്റും. ആ ഫ്ലാറ്റ് ആയതുകൊണ്ടാണ് ഇതിനെ പ്ലാറ്റിഹെൽമിന്തസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫ്ലാറ്റ് ആയതുകൊണ്ടാണ് പ്ലാറ്റിഹെൽമിന്തസ് എന്ന് വിളിക്കുന്നത്. ഇത് എങ്ങനെയാണ്? വേംസ് ആണ്. ഓക്കെ, ചെറിയ ചെറിയ എന്താണ്? വേമുകളാണ്, വിരകളാണ് അല്ലെ. വിരകളാണ്. ഇത് ഭയങ്കര ചെറുതാണ്, സ്മോൾ ആണ്. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് ഭയങ്കര ഫ്ലാറ്റ് ആണ്. അങ്ങനത്തെ വേംസ് വരുന്ന ഒരു ഫൈലമാണ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ഓക്കെ, പ്ലാറ്റിഹെൽമിന്തസ് സ്മോൾ ആണ്, സോഫ്റ്റ് ആണ്, ഫ്ലാറ്റ് ബോഡീഡ് ആയിട്ടുള്ള വേംസ് ആണ്. അതാണ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. എക്സാമ്പിൾസും പഠിക്കാം. പ്ലാറ്റിഹെൽമിന്തസിൽ പ്ലാനേറിയ ഉണ്ടെന്ന് ഓർക്കാലോ. അല്ലെ, പ്ലാറ്റിഹെൽമിന്തസിൽ പ്ലാനേറിയ ഉണ്ട്. പ്ലാനേറിയ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള വേം ആണ്. ടേപ്പ് വാം ഉണ്ട്, ഫ്ലൂക്ക് ഉണ്ട് അല്ലെ. ലിവർ ഫ്ലൂക്സ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഫ്ലൂക്സ് വരുന്നത് പ്ലാറ്റിഹെൽമിന്തസിലാണ്. പ്ലാനേറിയ വരുന്നത് ഫൈലം പ്ലാറ്റിഹെൽമിന്തസിലാണ്. ടേപ്പ് വാം വരുന്നത് ഫൈലം പ്ലാറ്റിഹെൽമിന്തസിലാണ്. നമ്മൾ മൂന്നാമത്തെ ഫൈലവും പഠിച്ചു. ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് സ്മോൾ ആയിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, ഫ്ലാറ്റ് ബോഡിയുടെ വേംസ് ആണ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. നാലാമത്തെ ഫൈലം, ദാറ്റ് ഈസ് ഫൈലം നിമാറ്റോഡ. ഓക്കെ, ഫൈലം നിമാറ്റോഡ. ഫൈലം നിമാറ്റോഡ നാലാമത്തെ ഫൈലം. ദേ ആർ ലോങ് ആൻഡ് റൗണ്ട് ബോഡീഡ് വേംസ്. ഫൈലം നിമാറ്റോഡ എന്ന് പറയുന്നത് ലോങ് ആണ്, റൗണ്ട് ബോഡീസ് അല്ലെ. റൗണ്ട് ഷേപ്പിലുള്ള, റൗണ്ട് ആയിട്ടല്ലേ. ഇത് കാണാൻ പറ്റുന്നത് ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. മറ്റേ എന്താണ്? അടിച്ചിങ്ങനെ പരതി പോലെ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലെ. ഫ്ലാറ്റ് ചപ്പലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? അതുപോലെ ഇങ്ങനെ ഫ്ലാറ്റ് ആണ്. പക്ഷെ ഇത് നോക്കിയാൽ നിങ്ങള് ഇതിങ്ങനെ റൗണ്ട് ആയിട്ട് ഇരിക്കുക അല്ലെ. ഒരു എന്താ പറയുക, ഒരു ട്യൂബ് ഒക്കെ പോലെ ഇരിക്കുന്നു അല്ലെ. അതാണ് നിമാറ്റോഡ്സ് അല്ലെങ്കിൽ ഫൈലം നിമാറ്റോഡ. നിമാറ്റോഡ.
ലോങ് ആണ് എന്ന് പറഞ്ഞാൽ നീളത്തിലുള്ളതുമാണ്. അതുപോലെ തന്നെ റൗണ്ട് ആയിട്ടുള്ള എന്താണിത്? പാമ്പൊക്കെയാണോ? പാമ്പൊന്നല്ലത്, ഇത് കുഞ്ഞു വേംസ് ആണ്. കുറച്ച് നീളത്തിലുള്ള വേംസ്, അതാണ് നിമാറ്റോഡ് എന്ന് പറയുന്നത്. അതിനും എക്സാമ്പിൾ ഉണ്ട്. റൗണ്ട് ആയിട്ടുള്ള വേം അല്ലേ, അപ്പൊ അതിന് റൗണ്ട് വേം ഉണ്ട്, ഹുക്ക് വേം ഉണ്ട്, ആൻഡ് പിൻ വേം ഉണ്ട്. ഓക്കെ, നിമാറ്റോഡിന്റെ എക്സാമ്പിൾ ആയിട്ട് റൗണ്ട് വേം ഉണ്ട്, ഹുക്ക് വേം ഉണ്ട്, പിൻ വേം ഉണ്ട്. ക്ലിയർ? റൗണ്ട് വേം, ഹുക്ക് വേം, പിൻ വേം. ഈ നിമാറ്റോഡിന്റെ പെക്യുലാരിറ്റി എന്താണ്? ലോങ് ആണ്, അതിന് റൗണ്ട് ആയിട്ടുള്ള ബോഡിയുടെ ആയിട്ടുള്ള വേംസ് ആണ് നിമാറ്റോഡ്. അപ്പൊ നമ്മൾ 4 ഫൈലങ്ങൾ പഠിച്ചു. ഫൈലം പോറിഫെറ, ഫൈലം നിഡേറിയ ഓർ സീലൻഡറേറ്റ, ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് ആൻഡ് ഫൈലം നിമാറ്റോഡ്. നെക്സ്റ്റ് 5ാമത്തെ ഫൈലമാണ്, ദാറ്റ് ഈസ് ഫൈലം അനലിഡ. എന്താണ് അനലിഡ? ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടുപരിചയമുള്ള ആളെ പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഫൈലം അനലിഡയുടെ താഴെ വരുന്നത് they are segmented bodied animals. സെഗ്മെന്റ് ആയിട്ട് ഇവർക്ക് ഇങ്ങനെ എന്തുണ്ടാവും? ഇങ്ങനെ അടുപ്പിച്ച് കുറെ സെഗ്മെന്റ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ സെഗ്മെന്റഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഓർഗാനിസം ആണ് ഫൈലം അനലിഡയിൽ വരുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന എക്സാമ്പിൾ ആണ്, ഏതാണ്? എർത്ത് വാം ആണ്, അതുപോലെ തന്നെ ലീച്ച്. അപ്പം എർത്ത് വാം ആൻഡ് ലീച്ച് ആണ് ഫൈലം അനലിഡയുടെ എക്സാമ്പിള്. എന്താ ഫൈലം അനലിഡയുടെ പ്രത്യേകത? സെഗ്മെന്റഡ് ബോഡീഡ് ഓർഗാനിസംസ് അല്ലെ, സെഗ്മെന്റ് ആയിട്ട് ഇങ്ങനെ ബോഡിയുടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫൈലം അനലിഡയില് സെഗ്മെന്റഡ് ബോഡീഡ് ഓർഗാനിസംസ്. അടുത്ത നിങ്ങൾ നോക്കിയേ, നമുക്ക് ഇഷ്ടമുള്ളതാണോ അല്ലെ? ഫോട്ടോ കാണുമ്പോ തന്നെ അറിയാം എന്താണ്? ഞണ്ടൊക്കെയാണുള്ളത് അല്ലെ. ഞണ്ടുണ്ട്, ചെമ്മീനുണ്ട്. എന്താ ഇവരുടെയൊക്കെ പ്രത്യേകത? അവർക്ക് ജോയിന്റഡ് ലെഗ്സും ഉണ്ട്, എക്സോസ്കെലിറ്റണും ഉണ്ട്. ഓക്കെ, എക്സോസ്കെലിറ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ എൻഡോസ്കെലിറ്റൺ. എന്താ എൻഡോസ്കെലിറ്റണും എക്സോസ്കെലിറ്റണും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അല്ലെ. എൻഡോസ്കെലിറ്റൺ എന്താ, എക്സോസ്കെലിറ്റൺ എന്താന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എൻഡോസ്കെലിറ്റൺ എന്ന് പറഞ്ഞാൽ ഉള്ളിലെ സ്കെലിറ്റൺ വരുന്നത്. എക്സോസ്കെലിറ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ടിനൊക്കെ പുറത്തിങ്ങനെ തൊട്ടു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയല്ലേ. എന്താ കാര്യം? ഞണ്ടിന്റെ സ്കെലിറ്റൺ പുറത്താണുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ചെമ്മീന് ഭയങ്കര കട്ടിയല്ലേ ഇവിടെ. കമ്പാരിറ്റീവ്ലി ബോഡി നമ്മൾ ചെമ്മീൻ ഫ്രൈ ഒക്കെ വെക്കുന്ന പോലത്തെ ഒരു സാധനമാണോ ഇതിന്റെ പുറം തോടിനുണ്ടാവുക? കുറച്ച് കട്ടിയുണ്ട് അല്ലെ. അപ്പം ഇവർക്ക് കൈറ്റിൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്തുണ്ട്? എക്സോസ്കെലിറ്റൺ ഉണ്ട്. അതിനേക്കാൾ ഉപരി ഇവർക്ക് എന്തുണ്ട്? ജോയിന്റഡ് ആയിട്ടുള്ള ലെഗ്സ് ഉണ്ട്. ജോയിന്റഡ് ലെഗ്സ്, ആർത്രോസ് ആൻഡ് പോഡ. ആർത്രോസ് എന്ന് പറഞ്ഞാൽ ജോയിന്റ് ആണ്, പോഡ എന്ന് പറഞ്ഞാൽ ലെഗ്സ് ആണ്. അതുകൊണ്ട് ഈ ഫൈലത്തിനെ വിളിക്കുന്ന പേരാണ് ആർത്രോപോഡ. ഫൈലം ആർത്രോപോഡ. ഓക്കെ, ഫൈലം ആർത്രോപോഡ എന്ന് പറഞ്ഞാൽ ജോയിന്റഡ് ലെഗ്സ് ഉള്ള എക്സോസ്കെലിറ്റൺ ഉള്ള ഓർഗാനിസത്തിനെയാണ് ഫൈലം ആർത്രോപോഡയിൽ വെച്ചിട്ടുള്ളത്. എല്ലാം നമുക്ക് അറിയുന്ന എക്സാമ്പിൾ ആണ്. പ്രോൺസ് ബിരിയാണി ഒക്കെ കഴിക്കാൻ ഇഷ്ടല്ലേ? അപ്പൊ പ്രോണ്, കോക്രോച്ച്, ക്രാബ്. ഓക്കെ, ഇതാ ആർത്രോപോഡിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ കണ്ടോ? പ്രോണ്, കോക്രോച്ച്, ക്രാബ്. അപ്പം ഇത് മറക്കാൻ പാടില്ല, ഇതും മറക്കാൻ പാടില്ല. എർത്ത് നമ്മൾ കാണുന്നതാണ് ആർത്രോപോഡ് അല്ലെ. നമുക്ക് എന്താണ് പ്രോൺസ് ബിരിയാണി ഒക്കെ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ വിചാരിക്കണം ചെമ്മീനൊക്കെ വരുന്നത് ഫൈലം ആർത്രോപോഡയിലാണ് നമ്മള് മനസ്സിൽ വിചാരിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് 5ാമത്തെ ഫൈലവും പറഞ്ഞു, 6ാമത്തെ ഫൈലവും പറഞ്ഞു. ഫൈലം ആർത്രോപോഡ പഠിച്ചോ? ഫൈലം ആർത്രോപോഡ. നെക്സ്റ്റ് അടുത്ത ഫൈലാണ്, ദാറ്റ് ഈസ് ഫൈലം മൊളസ്ക. ഓക്കെ, ഫൈലം മൊളസ്ക പഠിക്കാൻ പറ്റുന്നുണ്ടോ? മൊളസ്ക എന്ന് പറയുമ്പോൾ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്ന ആൾക്കാരല്ലേ. ഒച്ചുണ്ട്, സ്നെയിൽ അല്ലെ, ഒക്ടോപ്പസ് ഉണ്ട് അല്ലെ. ഒക്ടോപ്പസിന്റെ ഫോട്ടോ ഉണ്ട്, പിന്നെ ക്ലാം ഉണ്ട്. ഓക്കെ, സ്നെയില്, ഒക്ടോപ്പസ്, ക്ലാം ഒക്കെ വരുന്ന ഒരു ഫൈലമാണ് ഫൈലം മൊളസ്ക. ഫൈലം മൊളസ്ക. ഇതിന്റെ പ്രത്യേകത എന്താന്ന് നോക്കിയേ? ഇവരുടെ ഭയങ്കര സോഫ്റ്റ് ബോഡി ആയിരിക്കും അല്ലെ. ഉച്ചിനെ കാര്യം തൊട്ടിട്ടുണ്ടോ? ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും അല്ലെ. സോഫ്റ്റ് ബോഡി ആയിരിക്കും. ഇൻ മോസ്റ്റ് ഓർഗാനിസംസ് എ ഷെൽ മെയ്ഡ് ഓഫ്
കാൽഷ്യം കാർബണേറ്റ് കവേഴ്സ് ദ ബോഡി. കുറെ ഓർഗാനിസത്തിനൊക്കെ ഇതിന്റെ മേലെ ഒരു ഷെൽ, അല്ലെ ഒച്ചിന്റെ മേലെ ഒരു ഷെല്ലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഏത് വെച്ചിട്ടാ ഷെൽ ഉണ്ടാക്കിയിട്ടുള്ളത്? എന്ത് വെച്ചിട്ടാണ് ഒച്ചിന്റെ ശരീരത്തിലുള്ള ഷെല്ല് ഉണ്ടാക്കിയിട്ടുള്ളത്? എന്ത് വെച്ചിട്ടാണ്? കാൽഷ്യം കാർബണേറ്റ് വെച്ചിട്ടാണ്. അപ്പം ഈ സ്നെയിലിനൊക്കെ ഒരു ഷെല്ലുണ്ട്, ഒരു പുറന്തോടുണ്ട്. എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പുറന്തോടാണുള്ളത്? കാൽഷ്യം കാർബണേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുറന്തോടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് എന്താണ്? സോഫ്റ്റ് ബോഡിയുമാണ് സ്നെയില്, ഒക്ടോപ്പസ്, ക്ലാം. ഏത് ഫൈലത്തിലാണ് ഇവർ വരുന്നത്? ഫൈലം മൊളസ്ക. ഫൈലം മൊളസ്ക കേട്ട് പഠിക്കുന്നുണ്ടോ? ഫൈലം മൊളസ്ക. ഇനി നല്ല രസമുള്ള ഒരു പേരാണ് ഇനി പഠിക്കാൻ പോകുന്ന പേര്. എന്താണ്? ഫൈലം എക്കിനോഡെർമേറ്റ. എക്കിനോഡെർമേറ്റ. എക്കിനോഡെർമേറ്റ എന്ന് പറയുന്ന ഫൈലം. എക്കിനോഡെർമേറ്റയിൽ നിങ്ങൾക്ക് എന്ത് ഭംഗിയുള്ള സാധനമാണല്ലേ? സ്റ്റാർ ഫിഷ് കണ്ടോ നിങ്ങള്? സ്റ്റാർ ഫിഷ് ഒക്കെ എവിടെയുള്ളത്? എക്കിനോഡെർമേറ്റയിലാണ്. സ്റ്റാർ ഫിഷ് എക്സാമ്പിൾ കൊടുത്തേക്കുന്ന സ്റ്റാർ ഫിഷ് ഉണ്ട്. അതുപോലെ തന്നെ സീ അർച്ചിൻ ഉണ്ട്. സീ അർച്ചിൻ ആൻഡ് സ്റ്റാർ ഫിഷ് വരുന്നത് എക്കിനോഡെർമേറ്റ. എക്കിനോഡെർമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറീൻ ഓർഗാനിസം വിത്ത് സ്പൈനി ബോഡി. ഇവരുടെ ബോൾ എന്തുണ്ടാവും? സ്പൈൻ 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 പോലെ തൊട്ട് കഴിഞ്ഞാല് റഫ് സ്പൈനസ് പ്രൊമിനൻസ് ഉണ്ടാവും. അത് ഇതിന് സ്പൈനി ബോഡി ആയതുകൊണ്ട് ഇത് എക്കിനോഡെർമേറ്റ എന്ന് പറഞ്ഞ സ്പൈനി ബോഡിയുടെ എന്നാണ് അതിന്റെ അർത്ഥം. കണ്ടോ? എക്കിനോഡെർമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ സ്കിന്നിൽ എന്തുണ്ട്? സ്പൈൻസ് ആണുള്ളത്. മറൈൻ ഓർഗാനിസം ആണ്, അല്ലെ? കടലിൽ കാണുന്ന സാധനങ്ങളാണ്. കരയിലാണോ ഉണ്ടാവുക അല്ലെങ്കിൽ ശുദ്ധജലത്തിലല്ല. അത് മറൈൻ ഓർഗാനിസം ആണ് വിത്ത് സ്പൈനി ബോഡി, അല്ലെ? സലൈൻ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ജീവിക്കുന്നു. സീ അർച്ചിനും സ്റ്റാർ ഫിഷും വരുന്നത് ഏത് ഫൈലത്തിലാണ്? ഫൈലം എക്കിനോഡെർമേറ്റ. എക്കിനോഡെർമേറ്റ. അപ്പൊ നമ്മള് ഫൈലം മൊളസ്കയും പഠിച്ചു, ഫൈലം എക്കിനോഡെർമേറ്റയും പഠിച്ചോ? ഓക്കെ. ഇനി നമ്മള് ഫൈലം കോഡേറ്റ പഠിക്കാൻ പോവാണ്. ഫൈലം കോഡേറ്റ. ഫൈലം കോഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർഗാനിസംസ് വിത്ത് റോഡ് ഷേപ്ഡ് നോട്ടോകോഡ് ഓർ വെർട്ടിബ്രൽ കോളം. എന്താണ്? ഇവിടെ കോഡാറ്റയില് നിങ്ങൾക്ക് അറിയുന്ന ഒരാളൊക്കെ നിങ്ങൾ കാണാൻ പറ്റില്ല. ഒരു ഹ്യൂമൻ ബീങ്, അല്ലെ? ഒരു മാൻ ഉണ്ട്, ഒരു ഫിഷ് ഒക്കെ ഉണ്ട്, പിന്നെന്താണുള്ളത്? ഫ്രോഗ് ഉണ്ട്. ഇതെല്ലാം വരുന്നത് കോഡാറ്റയിലാണ്. എന്താ ഇവരുടെയൊക്കെ പ്രത്യേകത? നമ്മളും ഫിഷസും എല്ലാം ഉള്ളത് ഫൈലം കോഡേറ്റയിലാണ്. കാരണം നമുക്കെല്ലാം ഒന്നില്ലെങ്കിൽ വേർട്ടിബ്രൽ കോളം, അല്ലെ? നമുക്ക് നട്ടലുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ചില ഓർഗാനിസത്തിനെല്ലാം നോട്ടോകോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അപ്പൊ അടുത്തടുത്തായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്താണ് നോട്ടോകോഡ്, എന്താണ് വേർട്ടിബ്രൽ കോളം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ചില ഓർഗാനിസത്തിന് എന്തുണ്ട്? ഒരു റോഡ് ഷേപ്പ്, അല്ലെ? ഒരു ദണ്ട് പോലെയുള്ള വേർട്ടിബ്രൽ കോളം, അല്ലെ? നമുക്ക് ഇങ്ങനെ നീണ്ടു തവർന്നൊരു നട്ടലില്ലേ? ഉണ്ട്. അതുപോലെ തന്നെ ചില ഓർഗാനിസത്തിന് എന്തുണ്ട്? നോട്ടോകോഡും ഉണ്ട്. അപ്പം അങ്ങനെ നോട്ടോകോഡോ അല്ലെങ്കിൽ വേർട്ടിബ്രൽ കോളമോ ഉള്ള ഓർഗാനിസം വരുന്ന ഫൈലമാണ് ദാറ്റ് ഈസ് ഫൈലം കോഡേറ്റ. ഫൈലം കോഡേറ്റ. എക്സാമ്പിള് മാന്, ഫിഷ്, ഫ്രോഗ്. സിമ്പിൾ അല്ലേ? ഓരോ ഫൈലവും നമ്മൾ നോക്കിക്കഴിഞ്ഞു. എല്ലാ ഫൈലവും നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അല്ലെ? സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എല്ലാ ഫൈലവും സിമ്പിൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം ഫൈലംസ്. ഫസ്റ്റ് ഫൈലം ഏതാണ്? ഫൈലം പോറിഫറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അക്വാട്ടിക് ഓർഗാനിസം. അവരെ അക്വാട്ടിക്, വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസം ആണ്. അവർക്ക് മൈന്യൂട്ട് പോർസ് ഉണ്ട്, അല്ലെ? പോർസ് ഉള്ളത് കൊണ്ടാണ് പോറിഫറ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ സ്പോഞ്ചസ് പഠിച്ചു. അത് കഴിഞ്ഞ ഫൈലം വിഡേറിയ അല്ലെങ്കിൽ സീലൻഡ്രേറ്റ പഠിച്ചു. സീലൻഡ്രേറ്റ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർക്ക് എന്താണ്? ഇതും അക്വാട്ടിക് ഓർഗാനിസം ആണ്. ഇവർക്ക് ടെന്റക്കിൾ ഉണ്ട്. ടെന്റക്കിൾസിൽ നീഡോബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഇവരെ വിഡേറിയ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒത്തിരി എക്സാമ്പിൾ, അല്ലെ? ഹൈഡ്ര പഠിച്ചു, ജെല്ലി ഫിഷ് പഠിച്ചു, സീ അനിമോൺ പഠിച്ചു. ഇനി പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുന്ന ഫൈലത്തിന് എന്താണ്? സ്മോൾ സോഫ്റ്റ് ഫ്ലാറ്റ് ബോഡീഡ് ആയിട്ടുള്ള വേംസ് ആണ്, അല്ലെ? വേമുകളാണത്. പ്ലാനേറിയ, ടേപ്പ് വേം, ഫ്ലൂക്ക് എന്നൊക്കെ പറയുന്ന വേംസ് വരുന്ന ഒരു ഫൈലമാണ് പ്ലാറ്റിഹെൽമിന്തസ്. നെമറ്റോഡ. ഫൈലം നെമറ്റോഡ എന്ന് പറയുന്നത് ലോങ് ആയിട്ടുള്ള റൗണ്ട് ബോഡീഡ് ആയിട്ടുള്ള വേംസ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ റൗണ്ട് വേം, ഹുക്ക് വേം, പിൻ വേം ഒക്കെ വരുന്നതാണ് ഫൈലം നെമറ്റോഡ. നെക്സ്റ്റ് ഫൈലം അനലിഡ ആണ്. അത് സെഗ്മെന്റഡ് ബോഡീഡ് ഓർഗാനിസംസ് ആണ്. എർത്ത് വേമും ലീച്ചും ഉള്ളതാണ് ഫൈലം അനലിഡ.
ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലം ആർത്രോപോഡ എന്ന് പറയുന്നത് അവർക്ക് ജോയിന്റഡ് ലെഗ്സും എക്സോസ്കെലിറ്റണും ഉണ്ട്. പ്രോൺ, കോക്രോച്ച്, ക്രാബ് ഒക്കെ വരുന്നത് ആർത്രോപോഡയിലാണ്. മൊളസ്ക എന്ന് പറയുന്നത് സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. അവർക്കൊരു ഷെല്ലുണ്ട്, കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഒച്ചിനൊക്കെ കാണാൻ പറ്റുന്ന ഷെല്ലുണ്ട്. സ്നെയില്, ഒക്ടോപ്പസ്, ക്ലാം. എക്കിനോഡർമേറ്റ ഫൈലം എക്കിനോഡർമേറ്റ മറൈൻ ഓർഗാനിസംസ് ആണ്. അവർക്ക് സ്പൈനി ബോഡി ഉണ്ട്. സീ അർച്ചിനും സ്റ്റാർ ഫിഷും ആണ് എക്സാമ്പിൾ. ലാസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫൈലം കോഡേറ്റ ആണ്. ഫൈലം കോഡേറ്റയില് ഓർഗാനിസത്തിന് റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള നോട്ടോകോഡ് അല്ലെങ്കിൽ വേർട്ടിബ്രൽ കോഡ്. നട്ടെല്ലുണ്ട്. മാൻ, ഫിഷ്, ഫ്രോഗ് ഒക്കെ നമ്മൾ എക്സാമ്പിൾ പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ നോട്ടോകോഡ്, എന്താ വേർട്ടിബ്രൽ കോളം എന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ കമോൺ നമുക്ക് പഠിക്കാം. നോട്ടോകോഡ് ആൻഡ് വേർട്ടിബ്രൽ കോളം. എന്താണ് നോട്ടോകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നോട്ടോകോഡ് ഇസ് എ റോഡ് ലൈക്ക് സ്ട്രക്ചർ, അല്ലെ ഒരു ദണ്ട് പോലത്തെ റോഡ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ആണ്. ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ദ പ്ലേസ് ഓഫ് വേർട്ടിബ്രൽ കോളം ഡ്യൂറിംഗ് ദ ഏർലി സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഓർ ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ആനിമൽസ് ഇൻ ദ ഫൈലം കോഡേറ്റ. ഫൈലം കോഡേറ്റയിലുള്ള ജീവികൾ അല്ലെ, നമ്മൾ ഈ പറഞ്ഞ മാന്, ഫിഷ്, ഇതൊക്കെ ഫൈലം കോഡേറ്റയിലുള്ള ആൾക്കാരാ. ഈ ഫൈലം കോഡേറ്റയില് വേർട്ടിബ്രൽ കോളം ഉള്ള ആളുകൾക്ക് അവരുടെ ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫ് അല്ലെ, നമുക്ക് ചെറുപ്പത്തിലേ നമുക്ക് നട്ടല് ഫുൾ അങ്ങ് ഉണ്ടായി വന്നല്ല, അതിന് മുമ്പേ ഉള്ള ഒരു സ്ട്രക്ചർ ആണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. ആൻഡ് ചില ഓർഗാനിസത്തിന് അവരുടെ ത്രൂ ഔട്ട് ലൈഫ് അല്ലെ, ചില ഓർഗാനിസത്തിന് വേർട്ടിബ്രൽ കോളം അത്രയും കട്ടിയുള്ള സാധനം ഇല്ലാത്ത ആൾക്കാർക്ക് എന്താണ് ഇവർക്ക് നോട്ടോകോഡ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒന്നിലെ നോട്ടോകോഡ് അല്ലെങ്കിൽ വേർട്ടിബ്രൽ കോളം, ഇത് രണ്ടിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാരെയാണ് നമ്മള് ഫൈലം കോഡേറ്റിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. Phylum Chordata derived its name due to the presence of notochord. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നിങ്ങൾ വേറെ ഒന്നിനും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നില്ല. എന്തുകൊണ്ട് ഈ പേര് വന്നു ഞാൻ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് നിഡോബ്ലാസ്റ്റ് ഉള്ളത് കൊണ്ട് നിഡേറിയ അല്ലെങ്കിൽ പോർ ഉള്ളത് കൊണ്ട് പോറിഫറ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി പറഞ്ഞു തന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, നോട്ടോകോഡ് ഉള്ളത് കൊണ്ടാണ് ഫൈലം കോഡാറ്റയെ ഫൈലം കോഡാറ്റ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഫൈലം കോഡാറ്റ derived its name due to the presence of notochord. നോട്ടോകോഡ് ഉള്ളത് കൊണ്ടാണ് ഫൈലം കോഡാറ്റയെ ഫൈലം കോഡാറ്റ എന്ന് വിളിക്കുന്നത് എന്നാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി യൂറോകോഡേറ്റ, സിഫാലോകോഡേറ്റ ആൻഡ് വേർട്ടിബ്രേറ്റ. യൂറോകോഡേറ്റ, സിഫാലോകോഡേറ്റ ആൻഡ് വേർട്ടിബ്രേറ്റ. എന്റെ കൂടെ പഠിക്കണ പേരുകള് യൂറോകോഡേറ്റ, സിഫാലോകോഡേറ്റ ആൻഡ് വേർട്ടിബ്രേറ്റ ആർ ദ three subphyla of ഫൈലം കോഡേറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഫാമിലി, ഓർഡർ, ഇങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാലും ഫൈലത്തിന്റെയും ക്ലാസിന്റെ ഇടയിൽ കുറച്ച് സബ് ഫൈലം ആയിട്ടോ അല്ലെങ്കിൽ സൂപ്പർ ക്ലാസസ് ഒക്കെ ആയിട്ടൊക്കെ ഡിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഫൈലം കോഡാറ്റയുടെ സബ് ഡിവിഷൻ ആയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? 3 സബ് ഫൈലങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ്? യൂറോകോഡേറ്റ, സിഫാലോകോഡേറ്റ, വേർട്ടിബ്രേറ്റ. അല്ലെങ്കിൽ എങ്ങനെ പറയാം നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിട്ട്, സബ് ഫൈലം യൂറോകോഡേറ്റ, സബ് ഫൈലം സിഫാലോകോഡേറ്റ, സബ് ഫൈലം വേർട്ടിബ്രേറ്റ. ഇതില് നോട്ടോകോഡ് is seen in different forms in these organisms. ഈ പറഞ്ഞിരിക്കുന്ന യൂറോകോഡേറ്റ, സിഫാലോകോഡേറ്റ, വേർട്ടിബ്രേറ്റ, ഇതിൽ 3ലും നോട്ടോകോഡ് ഉണ്ട്. പല പല ഫോമിലാ ഉള്ളത്. ഓരോന്നിനും ഓരോ ഫോമിലാ ഉള്ളത്. എങ്ങനെയാന്ന് നോക്കാം നമുക്ക്. എങ്ങനെയാണ് ഇവരുടെ നോട്ടോകോഡ് ഇരിക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ദ സബ്ഫൈലം. എന്താ സബ്ഫൈലം? യൂറോകോഡേറ്റ. ഫസ്റ്റ് പറഞ്ഞുള്ള സബ്ഫൈലം യൂറോകോഡേറ്റയുടെ അകത്ത് നോട്ടോകോഡ് is restricted only to the tail region during the larval stage. ലാർവൽ സ്റ്റേജില് അതിന്റെ വാലിന്റെ ഭാഗം അല്ലെ, ടെയിലിന്റെ ഭാഗത്ത് മാത്രമാണ് ഈ ഒരു യൂറോകോഡേറ്റിന്റെ അകത്ത് നോട്ടോകോഡ് കാണുന്നത്. അപ്പൊ യൂറോകോഡേറ്റിന്റെ അകത്ത് നോട്ടോകോഡ് എപ്പോഴാണ് കാണുന്നത്? ഒന്ന് ലാർവൽ സ്റ്റേജ് ആയിരിക്കും വേണം, അവരുടെ ടെയിൽ പോർഷൻ ആണ് കാണാനും വേണ്ടിയിട്ട് പറ്റും. അങ്ങനത്തെ ആൾക്കാരാണ് സബ് ഫൈലം യൂറോകോഡേറ്റയിൽ ഉള്ളത്. അപ്പം ലാർവൽ ഏജില് അവരുടെ ടെയിലിൽ കാണുന്ന ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത്, നോട്ടോകോഡ് ആണ്. അങ്ങനത്തെ ആൾക്കാരാണ് സബ് ഫൈലം യൂറോകോഡേറ്റയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്.
However, in organisms included in the subphylum Cephalochordata, അപ്പൊ യൂറോകോഡേറ്റയില് ടെയിലിന്റെ ഭാഗത്ത്, ഇനി സിഫാലോകോഡേറ്റയില് the notochord which extend as a rod-like structure from head to tail remain till the end of the life. സിഫാലോ എന്ന് പറഞ്ഞാൽ ശരിക്കും സിഫാലിക് എന്നൊക്കെ പറഞ്ഞാൽ തല എന്നാണ് അർത്ഥം. അപ്പം സിഫാലോകോഡേറ്റിന്റെ അകത്ത് നോട്ടോകോഡ് എങ്ങനെയാണ്? തല മുതല് വാലറ്റം വരെ ഈ ഒരു നോട്ടോകോഡ് ഉണ്ടാവും. അത് ലാർവൽ സ്റ്റേജിൽ മാത്രമാണ് ഉണ്ടാവുക യൂറോകോഡേറ്റെ പോലെ അല്ല. സിഫാലോകോഡേറ്റയില് ഫ്രം ബർത്ത് ടു ടിൽ ദ എൻഡ് ഓഫ് ലൈഫ് വരെ എന്തുണ്ടാവും? ഈ ഒരു നോട്ടോകോഡ് ഉണ്ടാവും. അതും എങ്ങനെ ഉണ്ടാവും? ഹെഡ് മുതൽ ടെയിൽ വരെ ഫുൾ ബോഡിയില് ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടുള്ള നോട്ടോകോഡ് ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാരാണ് സബ്ഫൈലം സിഫാലോകോഡേറ്റിന്റെ അകത്ത് വരുന്നത്. whereas in subphylum vertebrata, നമ്മളൊക്കെ vertebrate അല്ലെ, അപ്പൊ vertebrates the notochord is present only during the embryonic stage, and as the embryo grows it transforms into the vertebral column. ഓക്കെ, അപ്പം സബ്ഫൈലം വേർട്ടിബ്രേറ്റയില് ഈ ഒരു നോട്ടോകോഡ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി സ്റ്റേജ് ഓഫ് ലൈഫിൽ മാത്രമാണ് അല്ലെ. അതിന്റെ എംബ്രിയോണിക് സ്റ്റേജിൽ എംബ്രിയോ ആയിട്ട് നമ്മള് അമ്മയുടെ ഒക്കെ വയറ്റിലിരിക്കുന്ന സമയത്താണ് നമുക്ക് നോട്ടോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉള്ളത്. പക്ഷേ നമ്മൾ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഡ്യൂറിങ് ആൻഡ് ആസ് ദ എംബ്രിയോ ഗ്രോസ് ചെയ്ത് കഴിയുന്തോറും എംബ്രിയോ വളരുന്നതിനനുസരിച്ച് അത് വേർട്ടിബ്രൽ കോളം അല്ലെ, നമുക്കുള്ളത് പോലെ ഇപ്പൊ സ്റ്റിഫ് ആയിട്ടുള്ള വേർട്ടിബ്രൽ കോളമായിട്ട് മാറും. അതാണ് നമ്മുടെ സബ്ഫൈലം വേർട്ടിബ്രേറ്റ എന്ന് പറയുന്നത്. സോ അപ്പൊ നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. എന്താണ്? യൂറോകോഡേറ്റ, സിഫാലോകോഡേറ്റ, വേർട്ടിബ്രേറ്റ. സബ്ഫൈലം യൂറോകോഡേറ്റന്റെ പ്രത്യേകത എന്തായിരുന്നു? യൂറോകോഡേറ്റയ്ക്ക് ലാർവൽ സ്റ്റേജില് അവരുടെ ടെയിലിന് മാത്രം ഒരു നോട്ടോകോഡ് കാണാൻ പറ്റും. സബ്ഫൈലം സിഫാലോകോഡേറ്റയില് എന്താണ്? തല മുതൽ വാൽ വരെ അല്ലെ, ഫ്രം ഹെഡ് ടു ടെയില് ത്രൂ ഔട്ട് ലൈഫ് അവർക്ക് നോട്ടോകോഡ് ഉണ്ടായിരിക്കും. സബ്ഫൈലം വേർട്ടിബ്രേറ്റയിൽ എന്താണ്? അവർക്ക് എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമാണ് നോട്ടോകോഡ് കാണുന്നത്. അത് ഡ്യൂറിങ് ഗ്രോത്ത് അല്ലെ, ഗ്രോത്ത് ഉണ്ടായി കഴിഞ്ഞ് എംബ്രിയോ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അത് എന്തായിട്ട് മാറുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? വേർട്ടിബ്രൽ കോളമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ 3 സബ്ഫൈലം ക്ലിയർ അല്ലേ? സബ്ഫൈലം യൂറോകോഡേറ്റ, സബ്ഫൈലം സിഫാലോകോഡേറ്റ, സബ്ഫൈലം വേർട്ടിബ്രേറ്റ. ഓക്കെ, അപ്പൊ നമ്മള് ഫൈലത്തിലേക്ക് തിരിച്ചു വരാണ്. നമ്മൾ നേരത്തെ ഫൈലങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഫൈലങ്ങളുടെ പേരൊക്കെ ഓർത്തിട്ട് ഈ ഒരു ടേബിൾ ഒക്കെ ഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോന്നാണ് നമ്മള് നോക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തത് നിങ്ങൾ നോക്കിയേ, എന്താണ് പെക്യുലാരിറ്റി തന്നിരിക്കുന്നത്? മറൈൻ ഓർഗാനിസംസ് വിത്ത് സ്പൈനി ബോഡി. ആരായിരുന്നു മറൈൻ ഓർഗാനിസം? കടലിൽ ജീവിക്കുന്ന സ്പൈൻസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈലം ഏതായിരുന്നു മക്കളെ? യെസ്, എക്കിനോഡെർമേറ്റ ആയിരുന്നു അല്ലെ. എക്കിനോഡെർമേറ്റ. ഫൈലം എക്കിനോഡെർമേറ്റ ആയിരുന്നു. അതിന്റെ എക്സാമ്പിൾ ഇതാ കൊടുത്തേക്കുന്ന സീ അർച്ചിനും സ്റ്റാർ ഫിഷ് ഒക്കെ വരും. നിമാറ്റോഡ, ഫൈലം നിമാറ്റോഡയെ പറ്റി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു നിമാറ്റോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഫൈലം നിമാറ്റോഡയുടെ പ്രത്യേകതകള് ഓരോ ഫൈലങ്ങളും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഫൈലം നിമാറ്റോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നിങ്ങൾ നോക്കിയേ, ലോങ് ആയിട്ടുള്ള റൗണ്ട് വേംസ് വരുന്നതാണ് നിമാറ്റോഡ എന്ന് പറയുന്നത്. റൗണ്ട് വേമും ഹുക്ക് വേമും പിൻ വേം ഒക്കെയാണ് നിമാറ്റോഡയുടെ എക്സാമ്പിൾ. അപ്പം ലോങ് റൗണ്ട് ബോഡീഡ് ആയിട്ടുള്ള ലോങ് ആൻഡ് റൗണ്ട് ബോഡീഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് നിമറ്റോഡ വരുന്നത് അല്ലെ. റൗണ്ട് വേംസ് വരുന്നുണ്ട് അല്ലെ, എക്സാമ്പിൾ ആയിട്ട് റൗണ്ട് വേംസ്, ഹുക്ക് വാമൊക്കെ വരുന്നത് നിമറ്റോഡയിലാണ്. എന്താണ്? ലോങ് റൗണ്ട് ബോഡീഡ് ഓർഗാനിസം അല്ലെ, വേംസ് ലോങ് ആൻഡ് റൗണ്ട് ബോഡീഡ് വേംസ് ആണ് നിമറ്റോഡയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 2 ഫൈലം നോക്കി, ഫൈലം എക്കിനോഡെർമേറ്റ ആൻഡ് ഫൈലം നിമറ്റോഡ. നെക്സ്റ്റ് അടുത്തൊരു പെക്യുലാരിറ്റി എന്താണ് വന്നിട്ടുള്ളത്? aquatic organisms with a minute pores throughout their bodies. അവര് അക്വാട്ടിക് ഓർഗാനിസം ആണ്, അവർക്ക് മൈന്യൂട്ട് പോർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വേറെ ഒന്നും നോക്കണം അല്ലെ, മൈന്യൂട്ട് പോർ ഉള്ളത് ഏതാണ്? ഫൈലം പോറിഫറയാണ് അല്ലെ, ഫൈലം പോറിഫറയാണ്. എക്സാമ്പിൾ ഇതാ സ്പോഞ്ചസ് ആണ്. എനിക്ക് മൈന്യൂട്ട് പോർ വേണ്ട, അപ്പൊ എഴുതിക്കോളാ ഫൈലം പോറിഫറ, അതിലെന്തുണ്ട്? സ്പോഞ്ചസ് ഉണ്ട് എക്സാമ്പിൾ ആയിട്ട്. ഇനി
aquatic organisms with tentacles bearing nidoblast. അല്ലെ, aquatic organisms with tentacles bearing nidoblast. ഏതാണ്? യെസ്, നിഡേറിയ ഓ. നിഡോബ്ലാസ്റ്റ് ഉള്ളത് നിഡേറിയ എന്ന് പറഞ്ഞില്ലേ? നിഡേറിയ ഓ നമുക്കെന്ത് പറയാം? സീലൻഡ്രേറ്റ. എക്സാമ്പിള് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഹൈഡ്രയാണ് അല്ലെ. ഹൈഡ്രയാണ് നിഡേറിയയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്നെയില്, ഒക്ടോപ്പസ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. ഒച്ചിനെ പോലെ കട്ടിയുള്ള കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് കട്ടിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതായിരുന്നു ഫൈലം എന്ന് പറയുന്നത്? ഫൈലം മോളസ്ക അല്ലെ. എന്താ പറഞ്ഞത്? അവര് സോഫ്റ്റ് ബോഡീഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള ഒരു ഷെല്ല് കാണാൻ പറ്റും. അതാണ് നമ്മുടെ സ്നെയിലും ഒക്ടോപ്പസിലൊക്കെ നിങ്ങൾ നോക്കിയേ. ഫൈലം മൊളസ്കയില് സോഫ്റ്റ് ബോഡി ആണ്, അവർക്ക് ഷെല്ലുണ്ട് മെയ്ഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് വിച്ച് കവേഴ്സ് ദി ബോഡി. അതാണ് നിങ്ങൾ അവിടെ ആ ടേബിളില് എഴുതേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഫൈലം മൊളസ്ക. സ്നെയിലും ഒക്ടോപ്പസ് ഒക്കെ വരുന്നുണ്ട്. എന്താ എഴുതേണ്ടത്? സോഫ്റ്റ് ബോഡീഡ് ആണ്. ബോഡി കവേഴ്സ് എന്താണ്? ആ ഒരു ഷെല്ലുണ്ട് മെയ്ഡ് ഓഫ് എന്താണ്? ഷെൽ മെയ്ഡ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് വിച്ച് കവേഴ്സ് ദ ബോഡി അല്ലെ. ഫൈലം മോളസ്ക. ഇനി സെഗ്മെന്റഡ് ബോഡീഡ് ഓർഗാനിസംസ്. ഏതാണ് ഫൈലം സെഗ്മെന്റഡ് ബോഡീഡ്? അനലിഡ ആണല്ലേ. നമ്മൾ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെഗ്മെന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനലിഡ ആണ് ഓർക്കേണ്ടത്. ഫൈലം അനലിഡ. എന്തായിരുന്നു എക്സാമ്പിൾ? സെഗ്മെന്റഡ് ബോഡീഡ് എർത്ത്-വർം ആണ്. ഞാൻ വീണ്ടും ഫോട്ടോസ് കാണിച്ചു തരുന്നുണ്ടല്ലോ. ഫോട്ടോസ് നിങ്ങൾക്ക് ഓർത്ത് എഴുതാൻ പറ്റുന്നുണ്ടോ? സെഗ്മെന്റഡ് ബോഡീഡ് ഓർഗാനിസംസ് അനലിഡയാണ്. എക്സാമ്പിള് എർത്ത്-വർം ആണ്. ആർത്രോപോഡയാണ് നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ള ഫൈലം. ഫൈലം ആർത്രോപോഡ. അവർക്ക് എന്താണ്? ജോയിന്റഡ് അപ്പൻഡേജസ് ആണ് അല്ലെ. ജോയിന്റഡ് അപ്പൻഡേജസ് ആണ്, അതുകൊണ്ടല്ലേ ആർത്രോപോഡ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അവർക്കുള്ളത്? ജോയിന്റഡ് അപ്പൻഡേജസ്. അതുപോലെ തന്നെ എന്താണ് അവരുടെ എന്താണ് അവർക്ക് എക്സോസ്കെലട്ടൺ അല്ലെ. പുറത്താണ് എന്തുള്ളത്? സ്കെലിട്ടൺ ഉള്ളത്. എക്സോസ്കെലട്ടൺ. ആർത്രോപോഡിന്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചതാണ് അല്ലെ. വൃത്തിക്ക് പഠിച്ചതാണ്. ക്രാബ് ഉണ്ട്, പ്രോൺ ഉണ്ട്, പിന്നെന്താണ് കോക്രോച്ച് ഒക്കെ ഉണ്ട് അല്ലെ. കോക്രോച്ച് ഒക്കെ ഉള്ളതാണ് ആർത്രോപോഡ. ഇനി ടേപ്വർമും പ്ലനേറിയേറ്റ്. പ്ലന എന്നുള്ള വാക്ക് കണ്ടാൽ തന്നെ നമ്മൾ എന്ത് എഴുതണം? അപ്പൊ തന്നെ എഴുതണം, ഒരു ഡൗട്ടും ഇല്ലാതെ. എന്താണ്? ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ്. ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ്. അതാണ് ടേപ്വർമും പ്ലനേറിയം. എന്താണ്? ഫ്ലാറ്റ് ആയിട്ടുള്ള വർംസ് ആണ് അല്ലെ. ഫ്ലാറ്റ് വർംസ് ആണ് എന്തിൽ വരുന്നത്? പ്ലാറ്റി ഹെൽമിന്തസ്. ഓക്കെ, പ്ലാറ്റി ഹെൽമിന്തസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അടിച്ചു പരത്തിയതുപോലെ ഈ ലിവർ ഫ്ലൂക്ക് ഇതിലൊക്കെ വരുന്നത് ഫ്ലാറ്റ് ആയിട്ട് അടിച്ചു പരത്തിയതുപോലെ വരുന്ന പ്ലാറ്റി ഹെൽമിന്തസ് ഫ്ലൂക്ക് ഒക്കെ വരുന്ന കണ്ടോ? ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ് സ്മോൾ ആണ്, സോഫ്റ്റ് ആണ്, ഫ്ലാറ്റ് ബോഡീഡ് ആയിട്ടുള്ള വർംസ്. ഇനി ഒരൊറ്റ ഫൈലം മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അത് ഫൈലം കോഡേറ്റയാണ്. ഓർഗാനിസംസ് വിത്ത് റോഡ് ഷേപ്ഡ് നോട്ടോകോഡ് ഓർ വെർട്ടിബ്രൽ കോളം. മാന്, ഫിഷ്, ഫ്രോഗ് ഒക്കെ വരുന്നത് ഫൈലം കോഡാറ്റയിലാണ്. അപ്പൊ ഫൈലം കോഡേറ്റയിൽ എന്താണ്? റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള നോട്ടോകോഡ് ഓർ വെർട്ടിബ്രൽ കോളം ഉള്ള റോഡ് ഷേപ്ഡ് നോട്ടോകോഡ് ഓർ വെർട്ടിബ്രൽ കോളം ഉള്ള ആൾക്കാരാണ് ഫൈലം കോഡേറ്റ. അതിന്റെ എക്സാമ്പിൾ ആണ് എന്താണ്? നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. മാന്, ഫിഷ്, ഇതൊക്കെ വരുന്നത് ഫൈലം കോഡേറ്റയിലാണ്. സിമ്പിൾ അല്ലെ. എല്ലാ ഫൈലവും പഠിച്ചു നമ്മൾ. സിമ്പിൾ ആയിട്ട് ഇത് എഴുതുകയും ചെയ്തു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. ഫൈലം കോഡാറ്റ കൺസിസ്റ്റ് ഓഫ് ഓർഗാനിസംസ് ഹാവിംഗ് നോട്ടോകോഡ്. അറിയുന്ന കാര്യമല്ലേ. അതുകൊണ്ട് തന്നെയാണല്ലേ ഫൈലത്തിന് ആ പേര് വന്ന് ഫൈലം കോഡാറ്റ എന്ന് വന്നത്. Vertebrates are included in subphylum Vertebrata of phylum Chordata. അപ്പൊ ഫൈലം കോഡേറ്റയ്ക്കുള്ള ഒരു സബ്ഫൈലം ഉണ്ട്, സബ്ഫൈലം വെർട്ടിബ്രേറ്റ. ഓക്കെ, യൂറോകോഡേറ്റ, സിഫാലോകോഡേറ്റ, വെർട്ടിബ്രേറ്റ. അതിനകത്ത് വെർട്ടിബ്രേറ്റ്സ് ഉള്ളത് വെർട്ടിബ്രേറ്റ എന്ന് പറയുന്ന സബ്ഫൈലത്തിലാണ്.
അപ്പം അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഫസ്റ്റത്തെ സൂപ്പർ ക്ലാസ്സസ് നോക്കുകയാണ്. സൂപ്പർ ക്ലാസ്സസ് ആയിട്ട് അല്ലെ, ഓരോന്നിനെയും സൂപ്പർ ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് അല്ലെ, ഫിൻസ് ഉള്ള ഓർഗാനിസത്തിനാണ് നമ്മൾ പീസസ് എന്ന് പറയാം. ഓക്കെ, ഓരോരോ ഈ ക്ലാസ്സുകൾ നിങ്ങൾ വൃത്തിക്ക് പഠിക്കണം. ഇതിനകത്തുള്ള ക്ലാസ്സുകള്, ഇതിന്റെ എക്സാമ്പിള്, ഇതിന്റെ പെക്യുലാരിറ്റീസ്, ഇത് ടേബിൾ തന്നിട്ടുള്ളതാണ്. നമ്മളിത് ഫിൽ ചെയ്തുകൊണ്ടാണ് പഠിച്ചു പോകുന്നത്. ഓക്കെ, ബുക്കിൽ തന്നിട്ടുള്ള ടേബിൾ ആണ്, നമ്മളിത് ഫിൽ ചെയ്ത് പഠിച്ചിട്ട് പോവാണ്. ഓക്കെ, സോ ഇതിനകത്ത് പിസസ് ഉണ്ട്. പിസസിന് എന്തുണ്ട്? ഫിൻസ് ഉണ്ട് അല്ലെ, ഫിൻസ് ഉണ്ട്. അതിന്റെ രണ്ട് ക്ലാസ്സസ് ആയിട്ട്, ഈ സൂപ്പർ ക്ലാസ് പിസസിനെ പിന്നെയും രണ്ട് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ക്ലാസ് കോൺട്രിക്ടൈസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക്ടൈസ്. പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ക്ലാസ് കോൺട്രിക്ടൈസ് ആൻഡ് ക്ലാസ് ഓസ്റ്റിക്ടൈസ്. കോൺട്രിക്ടൈസും ഓസ്റ്റിക്ടൈസും. ഇതിനകത്ത് കോൺട്രിക്ടൈസിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കാർട്ടിലേജ് കൊണ്ട് ഉണ്ടാക്കിയ ഫിഷസ് ആയിരിക്കും. ഓക്കെ, ഇത് കാർട്ടിലേജിനസ് ഫിഷസ് ആയിരിക്കും. ഇതിന് അത്ര കട്ടിയൊന്നും ഉണ്ടാവില്ല. ഓസ്റ്റിക്ടൈസ് എങ്ങനെയാണ്? ബോണി ഫിഷസ് ആണ്. ഓക്കെ, ബോണുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഫിഷസ് ആണ് എന്തിൽ വരിക? ബോണി ഫിഷസ് ആണ് ഓസ്റ്റിക്ടൈസ്. കോൺട്രിക്ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർട്ടിലേജിനസ് ഫിഷസ് ആണ്. അപ്പം പഠിച്ചോ, സൂപ്പർ ക്ലാസ് പീസസിന്റെ ക്ലാസ്സസ് ആണ് ഇതൊക്കെ. കോൺട്രിക്ടൈസ് ആൻഡ് ഓസ്റ്റിക്ടൈസ്. പഠിച്ചോ, കോൺട്രിക്ടൈസ് ആൻഡ് ഓസ്റ്റിക്ടൈസ്. ഇനി അതിന്റെ പെക്യുലാരിറ്റീസ് നോക്കാണ്. ഇതിന് സ്കെയിൽസ് ആർ പ്രസന്റ് ഓൺ ദ ബോഡി. എന്താണ്? ഇത് പിസസിൽ വരുമ്പോ എന്താ? ബോണി ഫിഷസ് ആണ്, കാർട്ടിലേജിനസ് ഫിഷസ് ആണ്. ഫിഷസ് ആകുമ്പോ നിങ്ങൾക്ക് ഈ പോയിന്റ് ഓർക്കാൻ എളുപ്പല്ലേ? അവരുടെ ശരീരത്തിന് മുകളിൽ സ്കെയിൽസ് ഉണ്ട്. അവരുടെ ഹൃദയം, നമുക്കൊക്കെ ഹൃദയം എങ്ങനെയാണ്? നമ്മുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? ആരുടെ ചോദിക്കുന്നതല്ലേ, നന്നായിട്ട് അറിയാം നിങ്ങൾക്ക്. നമുക്കുള്ള മനുഷ്യന്മാർക്കൊക്കെ 4 അറകളാണ് ഹൃദയത്തിനുള്ളത്. ഈ പിസസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് പിസസിന്റെ ഹൃദയത്തിന്റെ ചേംബർ എന്ന് പറയുന്നത് 2 ചേംബേർഡാണ്. 2 ചേംബറുള്ള ഹൃദയമാണ് ആർക്കുള്ളത്? പിസസിനുള്ളത്. ഇത് മറൈൻ ആനിമൽസ് ആണ് അല്ലെ. പിസസ് മറൈനും ഉണ്ട്, മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഉണ്ട് കേട്ടോ. ഫ്രഷ് വാട്ടറിലും കൂടെ ഓസ്റ്റിക്ടൈസ്, ഫ്രഷ് വാട്ടറിലും കാണാൻ പറ്റും. മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞാല് തെറ്റില്ല. അല്ലെങ്കിൽ ഇത് അക്വാട്ടിക് എന്ന് എഴുതിയാൽ മതി, അപ്പൊ ഒരു പ്രശ്നവും ഇല്ല. അക്വാട്ടിക് അല്ലെ, അക്വാട്ടിക് വെള്ളത്തിലാണല്ലേ ഫിഷസ് കാണാം. പിസസ് വെള്ളത്തിലാണ്, അപ്പൊ നിങ്ങൾക്ക് ഹാബിറ്റേറ്റ് അക്വാട്ടിക് എന്ന് എഴുതാം. മീൻസ് ഓഫ് ലോക്കോമോഷൻ. പിസസ് എങ്ങനെയാണ് ലോക്കോമോഷൻ ചെയ്യുന്നത്? അവർക്ക് ഫിൻസ് ഉണ്ടല്ലേ, ആ ഫിൻസ് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ ലോക്കോമോഷൻ നടക്കുന്നത് അല്ലെ, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ഫിൻസ് ഉള്ളത് കൊണ്ടാണ്. അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ അല്ലെ, റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ശ്വാസം എടുക്കാനൊക്കെ മൂക്കൊന്നും ശ്വാസകോശം അങ്ങനെയൊന്നും അല്ല അല്ലെ, അവർക്ക് മൂക്കൊന്നും ഇല്ല. അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് അവരുടെ ഗിൽസ് ആണ്. അപ്പൊ അവർക്ക് ലോക്കോമോഷന് വേണ്ടിയിട്ട് ഫിൻസ് ആണുള്ളത്, അവർക്ക് റെസ്പിറേഷന് വേണ്ടിയിട്ട് എന്താ ഉള്ളത്? ഗിൽസ് ആണ് ഉള്ളത്. അപ്പൊ ഇതാണ് ഫിഷസ്. ഇതിന്റെ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങള് സ്കോളിയോഡോൺ. സ്കോളിയോഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് ഫിഷ് ആണ്. രോഹു, കട്ടില. ഓക്കെ, സ്കോളിയോഡോൺ, രോഹു, കട്ടില. ഇത്രയാണ് ഇതിന്റെ എക്സാമ്പിൾസ് വരുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞിട്ടുള്ള സൂപ്പർ ക്ലാസ് പിസസ് ആണ്. അതിന്റെ ക്ലാസ്സസ് വരുന്നത് കോൺട്രിക്ടൈസ് ആൻഡ് ഓസ്റ്റിക്ടൈസ്. കോൺട്രിക്ടൈസ് എന്ന് പറഞ്ഞാൽ കാർട്ടിലേജിനസ് ഫിഷസ്, ഓസ്റ്റിക്ടൈസ് എന്ന് പറഞ്ഞാൽ ബോണി ഫിഷസ്. അതിന്റെ പെക്യുലാരിറ്റീസ്, അതിന് സ്കെയിൽസ് ഉണ്ട്. ഹാർട്ട് 2 ചേംബേർഡ് ആണ്. അതിന്റെ ഹാബിറ്റേറ്റ് അക്വാട്ടിക് ഓർഗാനിസം ആണ്. മീൻസ് ഓഫ് ലോക്കോമോഷൻ ഫിൻസ് ആണ്. റെസ്പിറേറ്ററി ഓർഗൻസ് എന്താണ്? ഗിൽസ് ആണ്. എക്സാമ്പിള് സ്കോളിയോഡോൺ അല്ലെങ്കിൽ ഡോഗ് ഫിഷ്, രോഹു, കട്ല. ക്ലിയർ അല്ലേ? കോൺട്രിക്ടൈസ് ആൻഡ് ഓസ്റ്റിക്ടൈസ് വായിക്കാൻ പഠിക്കണേ മക്കളെ. ഓക്കെ, നെക്സ്റ്റ് ടെട്രാപോഡ. അതിനെന്തുണ്ട്? ഹാവിങ് ലിംസ്. അവർക്ക് ലിംസ് ഉള്ളതാണ് ടെട്രാപോഡ. അതിന് വരുന്നതാണ് ആംഫീബിയ. കുറെ ടെട്രാപോഡ്സിന്റെ അങ്ങോട്ടേക്ക് പഠിക്കാനുണ്ട് കേട്ടോ, 4 എണ്ണം വരും. അപ്പം ലിംസ് ഉള്ള ഒന്ന് ആംഫീബിയ. ആംഫീബിയ എന്ന് പറഞ്ഞാൽ എന്താ? കരയിലും വെള്ളത്തിലൊക്കെ ജീവിക്കാൻ പറ്റുന്ന ജീവികളാണ് ആംഫീബിയൻസ് എന്ന് പറയുന്നത് അല്ലെ. ഉഭയജീവി എന്നൊക്കെ പറയും അല്ലെ, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന ലിംസ് ഉണ്ട് അല്ലെ. ലിംസ് ഉള്ള അല്ലെ, കൈയും കാലൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഓർഗാനിസംസ് ആണ് ആംഫീബിയൻസ് എന്ന് പറയുന്നത്. അവർക്ക് കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ.
അവരുടെ ജീവിതം അവര് കുറച്ചു കാലം അല്ലെ തവളേന്റെ കുട്ടി തവള വാൽമാക്രി ഒക്കെ വെള്ളത്തിലായിരിക്കും ഉണ്ടാവുക. തവളയായി കഴിഞ്ഞാൽ വെള്ളത്തിലും ജീവിക്കാൻ പറ്റും, കരയിലും ജീവിക്കാൻ പറ്റും, ചാടി ചാടി പോവില്ലേ തവള. അപ്പം അങ്ങനത്തെ ആൾക്കാര് അതാണ് കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ. തവളേന്റെ സ്കിൻ നോക്കിയിട്ടുണ്ടോ? ഭയങ്കര മോയിസ്റ്റ് ആയിരിക്കും, മോയിസ്റ്റ് ആൻഡ് സ്ലൈമി സ്കിൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ആംഫീബിയ അല്ലേ, അവര് എഗ് ലേ ചെയ്യും. അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് ഗിൽസ്, ലങ്സ്, കൂടുതലായിട്ടും സ്കിന്ന് വഴിയൊക്കെ എന്ത് ചെയ്യും? ശ്വസനം നടത്തും. അത് പ്രധാനമാണ്. സ്കിൻ ഇതിനകത്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ പാടില്ലാത്ത പോയിന്റ് ആണ്. റെസ്പിറേറ്ററി ഓർഗൻ എന്താണ്? സ്കിന്ന്. ഓക്കെ, ഗിൽസ് വഴിയും ലങ്സ് വഴിയൊക്കെ റെസ്പിറേഷൻ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിൻ എന്നുള്ളൊരു പോയിന്റ് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഇതിന്റെ നമ്പർ ഓഫ് ഹാർട്ട് ചേമ്പേഴ്സ്, ഹൃദയത്തിന്റെ ചേമ്പർ വരുന്നത് ഞാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞ പിസസിന് 2 ചേമ്പേർഡ് ആണ്. ഇനി അത് ആംഫീബിയയിൽ എത്തുമ്പോഴത്തേക്ക് അതിന് 3 ചേമ്പേർഡ്, 3 ചേമ്പർ വന്നു. 2 ഏട്രിയവും 1 വെൻട്രിക്കിളും ഉണ്ട്. ഓക്കെ, 2 ഏട്രിയവും 1 വെൻട്രിക്കിളും അടക്കം 3 ചേമ്പർ ഉണ്ട്. ഓക്കെ, മേലെ 2 ഏട്രിയോ ഉണ്ടാവും, നേരെ താഴേക്ക് ഒരു ഒറ്റ വെൻട്രിക്കിൾ. ഈ ഏട്രിയത്തിനും വെൻട്രിക്കിളും കൂടി, 2 ഏട്രിയത്തിനും കൂടി ഒരു വെൻട്രിക്കിൾ. അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്പർ ഓഫ് ഹാർട്ട് ചേമ്പേഴ്സ് 3 വരുന്നത്. എക്സാമ്പിള് റാണ അല്ലെങ്കിൽ ഫ്രോഗ്, ബഫോ അല്ലെങ്കിൽ ടോഡ്. ഓക്കെ, റാണ, ഫ്രോഗ്, ബഫോ, ടോഡ് ആണ് ഇതിന്റെ എക്സാമ്പിൾ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ടെട്രാപോഡയിൽ ഫസ്റ്റ് പറഞ്ഞു, ദാറ്റ് ഈസ് ആംഫീബിയ. ആംഫീബിയയിൽ അവര് കരയിലും വെള്ളത്തിലും ജീവിക്കും. മോയിസ്റ്റ് ആൻഡ് സ്ലൈമി സ്കിൻ ആണ്, എഗ് ലേ ചെയ്യും. അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ മെയിൻ ആയിട്ട് സ്കിന്ന്, ഗിൽസും ലങ്സും ഉണ്ട്. നമ്പർ ഓഫ് ഹാർട്ട് ചേമ്പേഴ്സ് 3, റാണയും ഉണ്ട്, ബഫോയും ഉണ്ട്. ഇനി അടുത്തതാണ് റെപ്റ്റീലിയ. ഓക്കെ, അപ്പൊ നമ്മള് ടെട്രാപോഡയിൽ വരുന്ന ആംഫീബിയ പറഞ്ഞു. അടുത്ത റെപ്റ്റീലിയ അല്ലെങ്കിൽ റെപ്റ്റൈൽസ് അല്ലെ, ഉരകങ്ങൾ എന്ന് പറയും മലയാളത്തില് അല്ലെ. എഴഞ്ഞഴിഞ്ഞ് പോകുന്ന ജീവികളാണ് റെപ്റ്റീലിയന്റെ അകത്ത് വരുന്നത്, റെപ്റ്റൈൽസ്. ഇതെല്ലാം വരുന്ന ടെട്രാപോഡയിലാണ് കേട്ടോ. അപ്പം റെപ്റ്റീലിയ എന്ന് പറയുന്നത് റെപ്റ്റൈൽസ് ആണ്. റെപ്റ്റൈൽസിന് എന്തുണ്ട്? റെപ്റ്റൈൽസ് ഹാവ് ഡ്രൈ സ്കിൻ ആൻഡ് സ്കെയിൽസ് അല്ലെ. പാമ്പൊക്കെ ഉരകത്തിലാണ് വരുന്നത്, സ്നേക്ക് ഒക്കെ അല്ലെ. അപ്പം അതിനെന്തുണ്ട്? ഡ്രൈ സ്കിൻ ആണ്, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണ് അല്ലെ. പാമ്പ് തോലൊക്കെ പൊളിച്ചിടൂലേ. സോ ഡ്രൈ സ്കിൻ ആൻഡ് സ്കെയിൽസ്, നെയിൽസ് ഓൺ ഡിജിറ്റ്സ് ഉണ്ട്. സ്നേക്സിന് ഒഴികെ, സ്നേക്സിന് ഡിജിറ്റ് ഒന്നും ഇല്ല അല്ലെ. പാമ്പിന് കൈ ഇതൊക്കെ ഉണ്ടോ? ഇല്ല. അപ്പം എക്സെപ്റ്റ് സ്നേക്സിന് അവർക്ക് നെയിൽസ് ഉണ്ട്, നഖങ്ങളുണ്ട് ഡിജിറ്റ്സിന്റെ മോളിൽ, നെയിൽസ് ഇൻ ഡിജിറ്റ്സ്. റെസ്പിറേറ്ററി ഓർഗൻസ് എന്ന് പറയുന്നത് റെപ്റ്റീലിയൻ ലങ്സ് ആണ് റെസ്പിറേറ്ററി ഓർഗൻ. നമ്പർ ഓഫ് ഹാർട്ട് ചേമ്പേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ആംഫീബിയക്ക് പറഞ്ഞതുപോലെ റെപ്റ്റീലിയക്കും 3 ആണ്. അവരുടെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലെ, സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ആണ്, ആൻഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷനുമാണ്. സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ആൻഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ശരീരത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓവവും സ്പെർമും എന്ത് ചെയ്യുന്നത്? ഫ്യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ദേ ആർ സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ഓർഗാനിസംസ്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾ ചീലോൺ എന്ന് പറഞ്ഞാൽ ടോട്ടിലാണ്. കലോട്ടിസ് ഗാർഡൻ ലിസാർഡ് ആണ്. കലോട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗാർഡൻ ലിസാർഡ് ആണ്. ഇത് രണ്ടുമാണ് ഇതിന്റെ എക്സാമ്പിൾ. ചീലോൺ അല്ലെങ്കിൽ ടോട്ടിൽ, കലോട്ടിസ് ഓർ ഗാർഡൻ ലിസാർഡ്. അതാണ് റെപ്റ്റീലിയയെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, റെപ്റ്റീലിയ എന്ന് പറഞ്ഞാൽ ഉരകങ്ങള്. ഇനി നമുക്ക് പക്ഷികള്. ഓക്കെ, പക്ഷികള് അടുത്ത ടെട്രാപോഡയാണ്. ഏവ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ബേർഡ്സ് അല്ലെ. ബേർഡ്സ് ആർ ഏവ്സ് എന്ന് പറയും. അവരുടെ ബോഡിയിൽ എന്തുണ്ട് മക്കളെ? നിങ്ങൾക്ക് അറിയാം, പക്ഷികൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. തൂവലുകളുണ്ട് പക്ഷിക്ക് തൂവലുണ്ട്. അത് ഫെദേഴ്സ് ആണ്. അവർക്ക് വിങ്സ് ആൻഡ് ക്ലോസ് ഓൺ ഡിജിറ്റ്സ്. ഡിജിറ്റ്സിന്റെ വിങ്സ് ആൻഡ് ക്ലോസ്, അവരുടെ ഡിജിറ്റില് വിങ്സ് ആൻഡ് ക്ലോസ് ഓൺ ഡിജിറ്റ്. അവര് റെസ്പിറേറ്ററി ഓർഗൻ ലങ്സ് ആണ് അല്ലെ. ശ്വാസകോശം വഴിയാണ് അവർ ശ്വസിക്കുന്നത്. അവർക്ക് ഹാർട്ട് ചേമ്പേഴ്സ് 4 ആണ്. റീപ്രൊഡക്റ്റീവ് മെത്തേഡ് അവര് സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ആണ്. സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ആണ് അല്ലെ. സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ അവരുടെ ശരീരത്തിനുള്ളിലാണ് കൂടിച്ചേരുന്നത്. സോ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗുമാണ്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയ പക്ഷികളുടെ എക്സാമ്പിൾ ക്രോ ഉണ്ട്, പീകോക്ക് ഉണ്ട്, പാരറ്റ് ഉണ്ട് അല്ലെ. ഇതൊക്കെ പക്ഷികളിൽ വരുന്ന കോർവസ് അല്ലെങ്കിൽ ക്രോ എന്ന് പറയും. പാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പീകോക്ക് ആണ്.
ഓക്കെ, ഇതാണ് എയ്വ്സിന്റെ അല്ലെങ്കിൽ ബേർഡ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. എയ്വ്സ് എന്ന് പറഞ്ഞാൽ ബേർഡ്സ് ആണ്. ബോഡിക്ക് ഫെദേഴ്സ് ഉണ്ട്, വിങ്സ് ആൻഡ് ക്ലോസ് ഓൺ ഡിജിറ്റ്സ് ആണ്, റെസ്പിറേറ്ററി ഓർഗൻ ലങ്സ് ആണ്, ഹാർട്ട് ചേമ്പേഴ്സ് 4 ആണ്, സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ആണ് എയ്വ്സ്. ഇനിയാണിതാ മമേലിയ, പ്രസവിക്കുകയും കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന ആൾക്കാര് മമേലിയ അല്ലെ. മമേലിയ മമാലിയന്റെ ബോഡി ഇസ് കവേർഡ് വിത്ത് ഹെയർ ഓർ ഫർ അല്ലെ. മാമൽസിന്റെ എന്താണ് ബോഡി എന്താണ് ഹെയർ വെച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. ബോഡി ഹെയർസ് ഉണ്ടാവും അവർക്ക്. നെയിൽസ് ഓൺ ഫിംഗേഴ്സ് ആൻഡ് ടോസ്, അവരുടെ ഫിംഗർ നഖം എടുത്തു കഴിഞ്ഞാലും അവരുടെ ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, അതിന്റെ മുകളിൽ നെയില് നഖങ്ങൾ ഉണ്ടാവും. ലാക്ടേറ്റ് ചെയ്യും അല്ലെ. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അവര് ലാക്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പാല് കൊടുത്ത് വളർത്തും അല്ലെ. പാല് കൊടുത്ത് വളർത്തുകയും ചെയ്യും. അവർ ശ്വസിക്കുന്നത്, അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ലങ്സ് ആണ്. ഓക്കെ, അവർ ശ്വസിക്കുന്നത് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ ലങ്സ് ആണ്. അവരുടെ നമ്പർ ഓഫ് ഹാർട്ട് ചേമ്പേഴ്സ് 4 അല്ലെ. നമുക്കൊക്കെ 4 ചേമ്പർ അല്ലേ ഉള്ളത് ഹാർട്ടിന് നമ്പർ ഓഫ് ഹാർട്ട് ചേമ്പേഴ്സ് എന്ന് പറയുന്നത് 4 ആണ്. അവരുടെ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് എന്താണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫെർട്ടിലൈസേഷൻ ശരീരത്തിന്റെ ഉള്ളിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്, സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗുമാണ്. ഓക്കെ, അതിന് 2 ഗാമേറ്റ് അല്ലെ, മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും കൂടി ചേർന്നിട്ട് സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ഈ പറയുന്ന മാമൽസ്. ഓക്കെ, എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങള് പ്ലാറ്റിപ്പസ് ഉണ്ട്, മക്കാക്കയുണ്ട്. മക്കാക്ക എന്ന് പറഞ്ഞാൽ മങ്കിയാണ്, ആൻഡ് പ്ലാറ്റിപ്പസ്. മക്കാക്ക ആൻഡ് പ്ലാറ്റിപ്പസ്. ഇത്രയുമാണ് നമുക്ക് മാമൽസിനെ പറ്റിയിട്ടൊരു ബ്രീഫ് തരാനുള്ളത്. അവരുടെ ബോഡി ഹെയർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്, നെയിൽസിലും ഫിംഗേഴ്സിലും ടോസിന്റെയും നെയിൽസ് ഉണ്ട്, ലാക്ടേറ്റ് ചെയ്യും അല്ലെ, പാല് കൊടുത്ത് വളർത്തും, റെസ്പിറേറ്ററി ഓർഗൻ ലങ്സ് ആണ്, ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട്, സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ആണ്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സെഷനില് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററില്, നമ്മുടെ 2ാമത്തെ സെഷനിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നമ്മൾ ഇതുവരെ ഈ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കിങ്ഡംസ് ആൻഡ് ദെയർ പെക്യുലാരിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കിങ്ഡംസും പെക്യുലാരിറ്റീസും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ ഹൈറാർക്കി എന്ന് പറയുന്നത് ഇതാണ്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതിനകത്ത് ഫൈലത്തിന്റെയും ക്ലാസിന്റെ ഇടയിൽ സബ് ഫൈലം, ഡിവിഷൻ, സൂപ്പർ ക്ലാസ് എന്നിങ്ങനെ ഡിവിഷൻസ് വരാറുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓരോ ഫൈലം പോറിഫെറ, ഫൈലം നിഡേറിയ, ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്, ഫൈലം നിമാറ്റോഡ, ഫൈലം അനലിഡ, ഫൈലം ആർത്രോപോഡ, ഫൈലം മോളസ്ക, ഫൈലം എക്കിനോഡർമേറ്റ, ഫൈലം കോഡേറ്റയും പഠിച്ചു അല്ലെ. എല്ലാ ഫൈലവും പഠിച്ചു. പിന്നെ നമ്മൾ നോട്ടോകോഡും വെർട്ടിബ്രൽ കോഡും എന്താന്ന് പഠിച്ചു. അതിന്റെ ബേസിസിലുള്ള ഡിവിഷൻ അല്ലെ, സബ് ഫൈലം യൂറോകോഡേറ്റ, സബ് ഫൈലം സിഫാലോകോഡേറ്റ ആൻഡ് സബ് ഫൈലം വെർട്ടിബ്രേറ്റിനെ പറ്റിയിട്ട് പഠിച്ചു അല്ലെ. ഓരോന്നും എന്താണ്, അല്ലെ ചിലതിന്റെ ടൈലിൽ മാത്രം, അത് യൂറോകോഡേറ്റ, അതും ലാർവൽ സ്റ്റേജില്. സിഫാലോകോഡേറ്റ ഫ്രം ഹെഡ് ടു ടെയിൽ ഉണ്ടാവും ത്രൂ ഔട്ട് ലൈഫ്. വെർട്ടിബ്രേറ്റയില് എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നോട്ടോകോഡ് ഉണ്ടാവുള്ളൂ. പിന്നെ അത് റീപ്ലേസ് ചെയ്തിട്ട് എന്ത് വരും, വെർട്ടിബ്രൽ കോളം വരും. നമ്മൾ പഠിച്ച ഫൈലത്തിനെല്ലാം നമ്മൾ ഒരു ടേബിൾ ആക്കി മാറ്റി. ആൻഡ് നമ്മള് നെക്സ്റ്റ് സൂപ്പർ ക്ലാസസിനെ പറ്റി പഠിച്ചു അല്ലെ. സൂപ്പർ ക്ലാസ് പീസസ് പഠിച്ചു. അതിനകത്ത് 2 സബ് ക്ലാസ് കണ്ടോ നിങ്ങൾ ക്ലാസ്സുകൾ, 2 കോൺട്രിക്ടൈസ് ആൻഡ് ഓസ്റ്റിക്ടൈസ്. അതിന്റെ പെക്യുലാരിറ്റീസ് എക്സാമ്പിൾ. നെക്സ്റ്റ് നമ്മൾ ടെട്രാപോഡ്സിൽ ഫസ്റ്റ് വൺ ആംഫീബിയൻസ്, എക്സാമ്പിൾ പെക്യുലാരിറ്റി. റെപ്റ്റീലിയ, എക്സാമ്പിൾസ് പെക്യുലാരിറ്റീസ് അല്ലെ. റെപ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഉരകങ്ങൾ, ഇഴയുന്നത്. അതിന് ഡ്രൈ സ്കിന്നും സ്കെയിൽസ് ഒക്കെയാണ് ഉള്ളത്. ആൻഡ് പിന്നെ നമ്മൾ ബേർഡ്സിനെ പറ്റി പഠിച്ചു. അതിന് തൂവലുകൾ ഇമ്പോർട്ടന്റ് ആണ്. ലങ്സ് ഉണ്ടെന്ന് പറഞ്ഞു, ഹാർട്ട് ചേമ്പേഴ്സ് 4 ആണെന്ന് പറഞ്ഞു. എക്സാമ്പിൾ അല്ലെ, പീകോക്ക്, ക്രോ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞു. മമേലിയ പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്നു അല്ലെ. സോ ലാക്ടേറ്റ്, റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ലങ്സ്. എക്സാമ്പിൾ നിങ്ങൾ ഓർത്തു വെക്കുക, മാമൽസിന്റെ എക്സാമ്പിൾ. ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പഠിക്കാനുണ്ടായിരുന്നത്. ചാപ്റ്ററിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.